ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ അത്തപ്പൂടൽ, അതായത് തിരുവോണത്തിൻ്റെ തലേ ദിവസമായിരുന്നു 4-ാം തീയതി. ഈ വ്ളോഗ് എപ്പോൾ വരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്ന് എന്നെയാണ് എൻ്റെ വീട്ടുകാരെ ഏൽപ്പിച്ചേക്കുന്ന പൂടാൻ. കാരണം സാധാരണ അമ്മയായിരുന്നു ഇടാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഉറങ്ങി എണീച്ച് ഫ്രഷ് ആയിട്ടേ ഉള്ളൂ. അത് എൻ്റെ മുഖത്ത് കാണാനുണ്ട്. നമുക്ക് എന്താ സ്കിൻ കെയർ ഒന്നും ചെയ്യാണ്ട് പെട്ടെന്ന് പൂട്ടെടുക്കുക. കാരണം എത്രയോ സമയത്തിനുള്ളിൽ പൂടണം, അങ്ങനെ എന്തോ ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്ന മുന്നേ പൂടണമെന്നോ അങ്ങനെ എന്തോ. പക്ഷേ സൂര്യൻ ഉദിക്കുന്ന മുന്നേ എണീക്കാൻ എനിക്ക് വയ്യല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇപ്പം അങ്ങടെ കുളിച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് പോവും, കുറച്ച് പിൻട്രസ്റ്റ് റെഫറൻസും കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. നോക്കാം എന്തായാലും വയ്യോട്ടും. പിന്നെ ഓണായിട്ട് ഒന്ന് കിട്ടിയില്ലേ ചോദിക്കുന്നവരോട് കിട്ടിയിട്ടുണ്ട്. നല്ല വണ്ണത്തിലൊന്ന് കിട്ടിയിട്ടുണ്ട്. ഈ 4 പൂവ് വെച്ചിട്ടാണ് ഇന്ന് പൂവിടാൻ പോകുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്നത്ര മാക്സിമമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. നമുക്ക് തുടങ്ങിയാലോ. ഞങ്ങൾ 2 ദിവസത്തെ പൂക്കളും ഇവിടെ ഇടാമെന്ന് വെച്ച്, അതായത് പുറത്തിടാം. അപ്പോൾ അച്ഛൻ്റെ ഓട്ടോ അവിടെ പാർക്ക് ചെയ്യും, കാർ ഇവിടെ പാർക്ക് ചെയ്യും, സ്കൂട്ടി ഇവിടെ പാർക്ക് ചെയ്യും ഇവിടെ. അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് ഫ്രീ ആയിട്ട്, ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതുമല്ലാത്ത വിധത്തിൽ ഇടാമെന്ന് വെച്ച്. ഇതൊക്കെയാണ് പൂ വരുന്നത്. 4 പൂവുകളും കുറച്ച് അല്ലറ ചില്ലറ എതിളാക്കാത്ത കുറച്ച് പൂവുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റാക്കാം. അപ്പോൾ ചോക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പിന്നെ അമ്മ തുന്നുന്നതായതുകൊണ്ട് ചോക്കിനൊരു ക്ഷാമമില്ല. എങ്ങനെയാലും എന്തൊക്കെയാണ് വരച്ചു കൂട്ടിട്ടെ, വരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം എനിക്ക് ഈ ഫോൺ നോക്കിയിട്ടാണല്ലോ വരയ്ക്കേണ്ടത്. ഒരുമാതിരി കുഞ്ഞു പിള്ളേർ വരച്ച് വെച്ചിരിക്കുന്ന പോലെയുണ്ട്. പക്ഷെ എന്നാൽ നമുക്കിത് ഇട്ട് തകർക്കാം എന്ന് തോന്നുന്നു. നമുക്ക് തുടങ്ങാം. റെഡി ആയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ നല്ല വൃത്തിയിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയുണ്ട്, കൊള്ളാമോ? എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇത്തിരി ഇരിക്കാനും വയ്യ, നടുവേദന എടുക്കുന്നു. വയസ്സായില്ലേ, അവിടെ നടുവേദനയൊക്കെ ഉണ്ടാവും. എന്നോട് പറ്റുന്ന പോലെ ഞാൻ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ മത്സരമൊന്നുമല്ലല്ലോ വീട്ടിലില്ല. പക്ഷേ കൊള്ളണം, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റും ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. അപ്പോൾ എന്താ, നാളെ തിരുവോണത്തിന് വ്ളോഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വ്ളോഗ് ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ പറ്റുന്ന പോലെ ശ്രമിക്കാം. അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇഷ്ടമുള്ളതിൽ കമൻറ്റ് ചെയ്യും. സപ്പോർട്ട് ചെയ്യും എല്ലാവരും എപ്പോഴും ചെയ്യുകയാണെങ്കിലും. അപ്പോൾ ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ്. ബൈ. ഹാപ്പി ഓണം.